വെക്റ്റർ കാൽക്കുലസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് ഓഫ് ആക്സലറേഷൻ എന്നുള്ള ഡീറ്റെയിൽഡ് തിയറി പറഞ്ഞു. അതിൽ നമ്മൾ ഇക്വേഷൻസിനെ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്: എ പാർട്ടിക്കിൾ മൂവ്സ് എലോങ് എ കർവ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ വെക്റ്റർ ഇക്വേഷൻ r of t equal to ti plus t square j plus t cube k. Find the tangential scalar and normal scalar components of acceleration and of the particle at any time t. Also find the curvature of the path at any time t. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു വെക്റ്റർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ വെക്റ്റർ ഫംഗ്ഷന്റെ ടാൻജൻഷ്യൽ സ്കെലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷനും നോർമൽ സ്കെലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷനും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ കർവേച്ചറും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ സൊല്യൂഷൻ ചെയ്യാൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ആർ ഓഫ് ടി എന്താണ്? ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. ഓക്കെ, നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നോർമൽ സ്കെലാർ കമ്പോണന്റ്, അതുപോലെ തന്നെ ടാൻജൻഷ്യൽ സ്കെലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ അല്ലേ. അപ്പം നമുക്കത് ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? നോർമൽ സ്കെലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ, ടാൻജൻഷ്യൽ സ്കെലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ ഇക്വേഷൻ എന്തായിരുന്നു? ടാൻജൻഷ്യൽ സ്കെലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ. ഓക്കെ, ആക്സലറേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എ ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ നോർമൽ സ്കെലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ എന്താ വരുന്നത്? ഡോട്ട് പ്രോഡക്റ്റിന് പകരം ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആവും അല്ലേ. എ എൻ എസ് ഈക്വൽ ടു അതിൻ്റെ മോഡുലസ് വരും. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. അതുപോലെ തന്നെ നമ്മളോട് കർവേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർവേച്ചറും നമുക്ക് ഈ ഒരു ടേംസിൽ എഴുതാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർവേച്ചർ ഇസ് ഈക്വൽ ടു കപ്പ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഓഫ് ടി ദ ഹോൾ ക്യൂബ്. നമുക്കിവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് നമുക്ക് ആർ ഓഫ് ടി ഉണ്ട്, ആർ ഡാഷ് ഓഫ് ടി വേണം, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി വേണം, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് വേണം, അതുപോലെ തന്നെ ക്രോസ് പ്രോഡക്റ്റ് വേണം, പിന്നെ ആർ ഡാഷ് ഓഫ് ടിയുടെ മോഡുലസ് വേണം, അതുപോലെ തന്നെ ഈ വെക്ടർ പ്രോഡക്റ്റിൻ്റെയും മോഡുലസ് വേണം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ ആർ ഓഫ് ടി എഴുതുന്നുണ്ട്. ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. ഓക്കെ, അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി എന്തായിരിക്കും? ഐ പ്ലസ് 2tj പ്ലസ് 3t സ്ക്വയർ കെ. ആർ ഡബിൾ ഡാഷ് ഓഫ് ടിയോ? ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഐയുടെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. ഇവിടെ 2j പ്ലസ് 6tk എന്ന് വരും. ഇതാണ് നമ്മുടെ ആർ ഡബിൾ ഡാഷ് ഓഫ് ടി വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആർ ഡാഷ് ഓഫ് ടിയുടെ മോഡുലസ് വേണം. നമുക്ക് അതുകൂടെ കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി which is equal to square root of 1 square plus 2t the whole square plus 3t square the whole square. That is equal to 1 plus 4t square plus 9t raised to 4. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി നമ്മൾ വേണ്ടത് നമുക്ക് ആർ ഡാഷ് ഓഫ് ടിയുടെയും ആർ ഡബിൾ ഡാഷ് ഓഫ് ടിയുടെയും ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം അത് ചെയ്യാം. ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് വെച്ചാൽ ആർ ഡാഷ് ഓഫ് ടി എന്തായിരുന്നു? ഐ പ്ലസ് 2tj പ്ലസ് 3t സ്ക്വയർ കെ അല്ലേ. ഡോട്ട് വിത്ത് 2j പ്ലസ് 6tk. ഓക്കെ, ഇവിടെ ഐ ഇല്ല. അപ്പം ഐയുടെ ഐയുടെ ടേംസിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആണ് കിട്ടുക. പിന്നെ 2t ഇൻറ്റു 2 ദാറ്റ് ഈസ് 4t പ്ലസ് 3t സ്ക്വയർ ഇൻറ്റു 6t ദാറ്റ് ഈസ് 18t ക്യൂബ്. ഇതാണ് നമ്മളുടെ ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ഇനി ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റും കൂടെ കാണണം. ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ക്രോസ് അല്ലേ, ക്രോസ് വിത്ത് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. നമുക്ക് വരുന്നത് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനന്റ് ഓഫ് ഐ ജെ കെ
ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1i പ്ലസ് എന്നല്ല പറഞ്ഞാൽ 1 പ്ലസ് 2tj അല്ലേ, 2t 3t². ഇത് 0, ഇവിടെ നമ്മൾ 2 വരും, ഇവിടെ 60. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് നോക്കാം. which is equal to I into 2t into 60 അയ്യോ 60 തന്നെയാണ് 2t into 60 12t² minus 3 into 2 6t² minus j times 1 into 60 minus 0 വരും plus k times k into 1 into 2 minus 0. ഓക്കെ, നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. 12t² minus 6t² എന്ന് പറഞ്ഞാൽ 6t²i minus 6tj plus 2k. ഇനി നമുക്ക് ഇതിൻ്റെ മോഡുലസും കൂടെ വേണം അല്ലേ, അപ്പോൾ അതുകൂടെ കണ്ടുപിടിച്ച് വെച്ചേക്കാം. മോഡുലസ് ഓഫ് r dash of t ക്രോസ് r ഡബിൾ ഡാഷ് ഓഫ് t. അതായത് നമുക്ക് ഇതിൻ്റെ മോഡുലസ് ഇതാണ്, നമ്മളിത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 6t² the whole square plus minus 60 the whole square plus 2². ആൻസർ കിട്ടുന്നത് ഇതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 36t raised to 4 plus 36t² plus 4. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും കണ്ടുപിടിക്കാം. അതായത് നോർമൽ, ആദ്യം നമുക്ക് ടാൻജൻഷ്യൽ സ്കെലാർ കമ്പോണൻറ്റ് നോക്കാം. ദറ്റ് ഈസ് ATയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. r of t dot r dash of t dot r double dash of t divided by modulus of r dash of t. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ, ഇത് ജസ്റ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. r dash of t dot r double dash of t എന്ന് പറഞ്ഞാൽ 4t plus 18t³ 4t plus 18t³ divided by modulus of r dash of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plus 4t² plus 9t raised to 4 square root of 1 plus 4t² plus 9t raised to 4. ഓക്കെ, അപ്പോൾ നമുക്ക് 8t, ഇതാണ് നമ്മളുടെ 8t. ഓക്കെ, നമ്മൾ 8t കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ANൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മോഡുലസ് ഓഫ് r dash of t ക്രോസ് r ഡബിൾ ഡാഷ് ഓഫ് t ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് r dash of t. പിന്നെ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മോഡുലസ് 36t raised to 4 മൈനസ് പ്ലസ് 36t² പ്ലസ് 4 അല്ലേ. നമുക്ക് ഇവിടെ എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 36t raised to 4 പ്ലസ് 36t² പ്ലസ് 4 divided by modulus of r dash of t, that is equal to 1 plus 4t² plus 9t raised to 4. Okay. അപ്പോൾ ഇതാണ് നമ്മളുടെ AN. വേണമെങ്കിൽ ഇതിന് ഒരു 4 നൗൺസ് എടുത്ത് കട്ട് ചെയ്യൊക്കെ ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യല്ല, നമുക്ക് പുറത്തെടുത്ത് എഴുതാം. ഇനി കർവേച്ചറിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ കർവേച്ചർ കാപ്പാസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. r dash of t ക്രോസ് മോഡുലസ് ഓഫ് r dash of t ക്രോസ് r ഡബിൾ ഡാഷ് ഓഫ് t ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് r dash of t ദ ഹോൾ ക്യൂബ്. നമുക്ക് കിട്ടുന്നത് ഇതന്നെയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 36t raised to 4 പ്ലസ് 36t² പ്ലസ് 4 ഡിവൈഡഡ് ബൈ r dash of t ദ ഹോൾ ക്യൂബ് അല്ലേ. അപ്പോൾ r dash of t എന്ന് പറഞ്ഞാൽ 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4t² പ്ലസ് 9t raised to 4 ദ ഹോൾ raised to 3. നമുക്കൊന്നുകൂടെ വൃത്തിക്ക് എഴുതാം. വേണമെങ്കിൽ ഇതിൽ നിന്ന് 2 നൗട്ട്സ് എടുത്ത് എഴുതാം കേട്ടോ. അതായത് 4 കോമൺ ആണല്ലോ. അപ്പോൾ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ നമുക്ക് 9 വരും, t raised to 4 പ്ലസ് ഇവിടെ 9 വരും, ഇവിടെ 1 വരും, ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്കിതിനെ 1 പ്ലസ് 4t² പ്ലസ് 9t raised to 4 ദ ഹോൾ raised to 3/2 എന്ന് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. അപ്പോൾ നമ്മൾ ഇത്രയാണ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. 8t കണ്ടുപിടിക്കണമായിരുന്നു, AN കപ്പ 3 കണ്ടുപിടിച്ചത്. പറഞ്ഞാൽ ഇത് കുറച്ച് ചെയ്യാനുണ്ട്, അതുകൊണ്ട് നമ്മളൊരു ഷോർട്ടസ്റ്റ് എങ്കിലും പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം.
A particle moves along a circular helix that is described by the vector equation r of t equal to a cos t I plus a sin t j plus b t k, a b greater than or equal to 0, a square plus b square is not equal to 0. Find the tangential and normal scalar components of acceleration and of the particle at any time t, and also find the curvature of the path at any time t. ഒന്നുമില്ല, നമുക്ക് ഒരു സർക്കുലർ ഹെലിക്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ അതിൻ്റെ ടാൻജൻഷ്യൽ സ്കെലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷനും അതുപോലെ തന്നെ നോർമൽ സ്കെലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കർവേച്ചറും നമുക്ക് സോൾവ് ചെയ്യാം. നമ്മളിത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് ബി അല്ലല്ലോ, എ അല്ലേ തന്നിരിക്കുന്നത്, എ കോസ് ടി എ സൈൻ ടി ജെ പ്ലസ് ബി ടി കെ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഹെലിക്സ്. ഇത് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ തന്നെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, നമുക്കിനി ആർ ഡാഷ് ഓഫ് ടി വേണം. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് ബി കെ എന്ന് കിട്ടും. ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കിട്ടുന്നത് മൈനസ് എ കോസ് ടി ഐ മൈനസ് എ സൈൻ ടി ജെ പ്ലസ് ബി കെ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എ സൈൻ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ കോസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി ടി ദ ഹോൾ സ്ക്വയർ. നമുക്ക് എന്താ കിട്ടുക? ഇവിടെ എ ഔട്ട്സ് എടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ പി അല്ലേ ഉള്ളൂ, ബി ടി ഇല്ല അല്ലേ, സോറി ബി സ്ക്വയർ ആണ് കേട്ടോ വരിക. അപ്പോൾ നമുക്ക് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി ടാൻജൻഷ്യൽ സ്കെലാർ കമ്പോണൻറ്റും അതുപോലെ തന്നെ നോർമൽ സ്കെലാർ കമ്പോണൻറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ആണ് എടുക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് നോക്കാം. ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? എ സ്ക്വയർ ഇൻറ്റു സൈൻ ടി കോസ് ടി മൈനസ് എ സ്ക്വയർ ഇൻറ്റു കോസ് ടി സൈൻ ടി പ്ലസ് 0 അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും സെയിം അല്ലേ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് 0 ആണ് കിട്ടിയത്. ഇനി നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് നോക്കാം. ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഐ ജെ കെ. പിന്നെ വരുന്നത് മൈനസ് എ സൈൻ ടി എ കോസ് ടി ബി. പിന്നെ ഇവിടെ നമ്മൾ മൈനസ് എ കോസ് ടി മൈനസ് എ സൈൻ ടി 0. നമുക്കൊന്ന് ക്രോസ് ഈ ഡിറ്റർമിനൻ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഐ ഇൻറ്റു 0 പ്ലസ് എ ബി സൈൻ ടി മൈനസ് ജെ ഇൻറ്റു 0 പ്ലസ് എ ബി കോസ് ടി പ്ലസ് കെ ഇൻറ്റു എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി. ഓക്കെ, നമുക്കതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് കിട്ടുന്നത് എ ബി സൈൻ ടി ജെ ജെ അല്ല ഐ മൈനസ് എ ബി കോസ് ടി ജെ പ്ലസ് എ സ്ക്വയർ കെ എന്ന് വരും. ഓക്കെ, എ സ്ക്വയറിന് ഔട്ട് സൈഡ് എടുത്താൽ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ആണ് കിട്ടുന്നത്. സോ നമുക്കത് 0 ആണെന്ന് അല്ല 1 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി ടാൻജൻഷ്യൽ ആക്സലറേഷൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയോ? ഇല്ല, ഇതിൻ്റെ മോഡുലസും കൂടെ വേണ്ടേ? അപ്പോൾ ഇതിൻ്റെ മോഡുലസും കൂടെ കണ്ടുപിടിച്ചിട്ട് നോക്കാം. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി സൈൻ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് എ ബി കോസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ അല്ലെ. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആണ് ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി ഇവിടെ ഒരു സ്ക്വയർ ഇടാൻ മറന്നു പോയിട്ടുണ്ട് ഞാൻ. അതായത് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരില്ലേ,
അതായത് എ റേസ് ടു 4 എന്ന് വരുമ്പോൾ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു എ സ്ക്വയറിന് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? എ സ്ക്വയറിന് റൂട്ടിന് പുറത്ത് പോയാൽ എ വരും. അതുപോലെ തന്നെ ഇവിടെ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. ഇനി നമ്മൾ ആർ ഡാഷ് ഓഫ് ടിയുടെ മോഡുലസ് കണ്ടുപിടിച്ചിരുന്നോ? ആർ ഡാഷ് ഓഫ് ടിയുടെ മോഡുലസ് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, അതും കൂടെ ചെയ്യാം. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞത് ഇതായിരുന്നു, മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് ബി കെ എന്നായിരുന്നു. പിന്നെ മോഡുലസും കൂടെ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എ സൈൻ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ കോസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പം എന്താ കിട്ടിയത്? ദറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി, അപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദിസ് ഇസ് ദ. ഇനി നമുക്ക് ഓരോന്നും ചെയ്യാം. അതായത് എ ടിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ടാൻജൻഷ്യൽ സ്കെലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ. എ ടി ഇസ് ഈക്വൽ ടു നമുക്കറിയാം ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ 0 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഇത് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 0 ആണ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എ എന്നിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമുക്ക് രണ്ടിനെയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എ കിട്ടും. സോ സ്കെലാർ കമ്പോണന്റ് കിട്ടി. ഇനി നമുക്ക് കർവേച്ചർ കണ്ടുപിടിക്കണം. കർവേച്ചർ കാപ്പാസ് ഈക്വൽ ടു, കാപ്പയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ന്റെ മോഡുലസ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ദ ഹോൾ ക്യൂബ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി എന്താണ്? എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താ കിട്ടുക? എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് എ സ്ക്വയർ പ്ലസ്, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, എ സ്ക്വയർ പ്ലസ് ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അതായത് ഇവിടെ 3/2 ഒന്നുമില്ല, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന തെറ്റാണ്. ഇത് ക്യൂബാണ്, അതായത് ഇതിൻ്റെ റൂട്ട്, അതായത് 3/2 എന്ന് എഴുതാം. അപ്പോൾ സ്ക്വയർ ഇൻറ്റു 1 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടും. ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്താ കിട്ടാം? എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദിസ് ഇസ് ദ ആൻസർ. ഇതാണ് നമ്മുടെ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് ഓഫ് ആക്സലറേഷൻ. ഇതോടുകൂടെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. അതായത് നമ്മളുടെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂൾ കഴിഞ്ഞു. അതായത് വെക്റ്റർ കാൽക്കുലസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കാൽക്കുലസ് ഓഫ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ് ആണ്. അതൊരു ഈസി ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അത് നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് അവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതറിയാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്ന് പറയാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.